വചനഭാഗം ഈശോ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന വചനമാണ്. 4 പേര് യേശുവിൻ്റെ അടുത്തേക്ക് തളർവാദ രോഗിയെ കട്ടിലോടുകൂടി കൊണ്ടുവരികയും ഈശോ ആയിരുന്ന സ്ഥലത്ത് ജനത്തിരക്ക് കാരണം മേച്ചിൽ മാറ്റി അവനെ താഴേക്ക് ഇറക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ് എന്നൊക്കെ സ്വയം പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ പണിതതല്ല, നമ്മളതിന് തയ്ച്ചു മുടക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കും കാശ് മുടക്കിയത് പോലും. അതിന് ഓരോ ഇഷ്ടിക പണിത് എടുത്തു വെച്ചവർ, അതിന് പരിക്കൻ കൂട്ടിയവർ, അതിന് സഹായിച്ചവർ, അങ്ങനെ എത്രയോ പേരുടെ അധ്വാനമാണ് നമ്മുടെ ഒരു വീട്. നമ്മൾ കാശ് കൊടുത്തു ആണ് നമ്മൾ പണിതത് എന്ന് പറയുമ്പോൾ, കാശ് മറ്റൊരുത്തൻ അധ്വാനിക്കാൻ തയ്യാറല്ലെങ്കിൽ നിനക്കെങ്ങനെ നിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റും? നിൻ്റെ വസ്ത്രം എത്ര പേരുടെ അധ്വാനമാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒട്ടേറെ അധ്വാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും പഴിചാരിയും എന്നെ ആരും സ്നേഹിക്കാനില്ല, എനിക്ക് ആരും സഹായിക്കാനില്ല എന്നൊക്കെ പറയുമ്പോഴും അവൻ അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ മറ്റനേകം പേരുടെ ഔദാര്യം കൊണ്ടാണല്ലോ. അത് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ജീവിതം ദുഃഖപൂർണമായി, ദുരിതപൂർണമായി, ഏകാന്തമായി, നിരാശയായി ഒക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട്. കാഴ്ചപ്പാടുകൾ ഇല്ലാതെ പോകുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അവരൻ ചെയ്യുന്ന നന്മയെ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ ഫലമാണതെന്ന് ഉണ്ടാകണം. രണ്ടാമതായിട്ട്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്. ഈ 4 പേര് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ തളർച്ചയിലും തകർച്ചയിലും മറ്റുള്ളവരെ എടുത്ത് തമ്പുരാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ, അവരുടെ തളർച്ചയ്ക്ക്, അവരുടെ തകർന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ സാന്ത്വനമായി മാറാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ 4 പേര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, ഈ തളർവാദ രോഗിയുടെ മനോഭാവത്തേക്കാൾ ഉപരിയായി നന്മ ചെയ്യാൻ മനസ്സുള്ള 4 പേരുടെ മനസ്സാണ് ഈശോ ഗൗരവത്തിലെടുക്കുക. അതിനെ പ്രതിയാണ് ഈശോ അവന് സൗഖ്യം കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും ഭൂമിയെ അനുഗ്രഹിക്കുന്നത് ഒരു പണിയെടുക്കാതെ കുറ്റം പറഞ്ഞ് വിമർശിച്ച് നടക്കുന്നവരുടെ പശ്ചാത്തലത്തിലല്ല, നേരെ മറിച്ച് നന്മയുള്ളവരുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പേരിലാണ്. പലപ്പോഴും ഒരുവനെങ്കിലും ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്ത്, ഒരു പട്ടണത്തിൽ ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പ്രതിയാണ് ആ നാടിനെ പഴയ നിയമത്തിൽ നശിപ്പിക്കാതെ ദൈവം വിടുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നന്മ കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മ കൊണ്ട്, ആരുടെയെങ്കിലുമൊക്കെ നന്മ കൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്, നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്, നമ്മുടെ ഇടവക നിലനിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ നന്മയുള്ളവരായി ജീവിക്കാനുള്ള ബാധ്യത കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമതായി, ഈ തളർവാദ രോഗി അവൻ കിടന്ന കട്ടിൽ അവൻ്റെ സുഷുപ്തിയുടെ, അവൻ്റെ ആശ്രയത്വത്തിൻ്റെ, അവൻ്റെ സുഖത്തിൻ്റെ, അവൻ്റെ ജഡികതയുടെ സൂചനയാണ്. നമുക്കുമുണ്ട് കുറേ കട്ടിലുകൾ. നമ്മൾ സുഖകരം എന്ന് വിചാരിക്കുന്ന പലതും, നമുക്ക് ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്ന പലതും നമ്മുടെ കിടക്കയാണ്. നമ്മൾ ഒരു പക്ഷേ ചില വ്യക്തികളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടാകാം, ചില സ്ഥലങ്ങളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടാകാം, ചില വസ്തുക്കളെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടാകാം, പണത്തെ വല്ലാതെ. ഒരുപക്ഷെ നമ്മുടെ കട്ടിലുകൾ ഏതൊക്കെയാണെന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. പണം ഒരു കട്ടിലാകും, നമ്മുടെ വ്യാപാര സ്ഥാപനം ഒരു കട്ടിലാകും, നമ്മുടെ
കൂട്ടുകെട്ടുകൾ കട്ടിലാകും, നമ്മുടെ ചില ഗ്രൂപ്പിസങ്ങൾ കട്ടിലുകളാകും. അങ്ങനെ നമ്മുടെ കിടക്കകളും കട്ടിലുകളുമൊക്കെ ഏതാണെന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. ആ കിടക്ക നമ്മളെ ചുമക്കുകയല്ല, നമ്മൾ കിടക്കയെ ചുമക്കാനായിട്ടുള്ള ആർജവത്വം ഉണ്ടാകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ നിലപാട്. മദ്യപാനികളോട് പറയുന്നൊരു കാര്യമുണ്ട്, മദ്യം നിങ്ങളെ ചുമക്കുകയല്ല വേണ്ടത്, മദ്യത്തെ നിങ്ങൾ ചുമക്കാനായിട്ട് ഇടയുണ്ടാകണം. അതിൻ്റെ അർത്ഥം ഇതാണ്, കൺട്രോള് മദ്യത്തിനായിരിക്കരുത്, നിനക്കായിരിക്കണമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിടക്ക നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ സുഖത്തിൻ്റെ കിടക്കുകളെ അതിൻ്റെ അകത്ത് നമ്മൾ ചടഞ്ഞുകൂടി കിടക്കാതെ അതിനെ ചുമക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ മാറ്റമുണ്ടാകേണ്ടത്. അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്, 2-3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. 2, പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതുണ്ട്. 3, നമ്മുടെ ശ്രമം ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മുടെ ബാന്ധവങ്ങളിൽ നിന്ന്, നമ്മുടെ കിടക്കകളിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ സഹായം, നമ്മുടെ ശ്രമം, ദൈവത്തിൻ്റെ ഇടപെടൽ, പാപങ്ങളുടെ മോചനം, ഈ 4 കാര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളായിരിക്കുന്ന തളർച്ചകളിൽ നിന്ന്, നമ്മുടെ സുഷുപ്തികളിൽ നിന്ന് ഉണരാനായിട്ട് സാധിക്കും. ആ ഉണർച്ചയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുടരാം.